ഡാവിഞ്ചി റിസോൾവിൽ ഒരു ലോഗ് ഫയൽ എങ്ങനെ സിമ്പിളായിട്ട് കളർ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. നേരെ നമ്മൾ കളർ പേജിലോട്ട് പോകുന്നു. കളർ പേജിൽ പോയി കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോഡ് കാണാൻ പറ്റും അല്ലേ? ഈ നോഡിൽ ആൾട്ട് എസ് പ്രസ് ചെയ്താൽ ഒരു നോഡ് കൂടി നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ എത്ര നോഡ് വേണം നിങ്ങൾക്ക് ആൾട്ട് എസ് പ്രസ് ചെയ്താൽ മതി, വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു നോഡിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ലേബൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഓരോന്നിനും കളർ ചെയ്യുന്നതിന് പേര് കൊടുക്കണം. അത് ഞാനിവിടെ ഇതിന് കർവ് എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കർവിൽ ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ആദ്യം ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ലോഗ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് മെത്തേഡ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കർവ് എന്നൊരു ഇത് കാണാൻ പറ്റും, കണ്ടല്ലോ കർവ്സ്. അതിൽ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് പതുക്കെ ഒന്ന് കൊണ്ടുവരിക, ശകലം ഒന്ന് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ താഴെ കാണുന്ന പോയിന്റിനെ നമ്മൾ റൈറ്റിലോട്ട് പതുക്കെ ഒന്ന് കൊണ്ടുവരിക, ശകലം കൊണ്ടുവന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ മുകളിലുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഇതും ശകലം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടല്ലോ, ശകലം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഒന്ന് പിടിച്ചോണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇതിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം ചില വീഡിയോ ക്ലിപ്സുകളിൽ നമുക്ക് ഒരു എസ് കർവ് ഉണ്ടാക്കേണ്ടി വരും. അതിനായിട്ട് നമ്മളിവിടെ 2 പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ട ശേഷം ഇത് ശകലം ഒന്നിങ്ങോട്ട് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടൊന്ന് സ്ലൈറ്റായിട്ട് പിടിക്കണം. അത് ചില വീഡിയോസിൽ മാത്രമേ വേണ്ടി വരൂ, ചിലതിൽ അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ. ചിലതിൽ നമുക്ക് അങ്ങനെ ഒരു സാധനമേ ആവശ്യം വരില്ല. നമുക്ക് ഇതിലധികം വേണ്ട, ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പോയിന്റ് മുകളിലും താഴെയുള്ള ഈ ഒരു ഡാർക്ക് സെക്ഷനിലുള്ള പോയിന്റും ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ഏരിയയിലെ പോയിന്റും നിങ്ങൾ പിടിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല, വേണ്ടത്ര ഡീറ്റെയിൽസ് ഒന്നും ആഡ് ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എസ് കർവ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒരു എസ് കർവ് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡെപ്തും ഫീലൊക്കെ കുറച്ചുകൂടി കൊണ്ടുവരാനായിട്ട് ഈ ഒരു എസ് കർവ് കൊണ്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു എസ് കർവ് ഞാൻ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് നോർമൽ ചെയ്ത് വെച്ചു. ഇപ്പം നമ്മൾ ചെയ്തത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ അതിൻ്റെ ഒരു ലെവൽ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റോ അല്ലെങ്കിൽ ഷാഡോ ഇതെല്ലാം സെപ്പറേറ്റ് നമ്മളൊന്ന് പിടിക്കാൻ പറ്റും. അതിനായിട്ട് ഇവിടെ ഈ കളർ വീലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒന്നുകൂടി ആൾട്ട് എസ് പ്രസ് ചെയ്ത് ഒരു നോഡ് കൂടി എടുത്തിട്ടാണ് എല്ലാത്തിനും വേറെ വേറെ നോഡ് ഇടുകയാണ് കേട്ടോ. ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്മളിന്ന് നോഡ് ലേബൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ എന്താണ് കളർ വീൽ എന്ന് ടൈപ്പ് ചെയ്യാൻ കേട്ടോ. കളർ വീൽസ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു കളർ വീലിൻ്റെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെയിനും ഗാമയും കാണാം അല്ലേ. ഈ ഗാമ ഒന്ന് പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയേ, കണ്ടോ? അതായത് ഒരു ഷാഡോ നിങ്ങൾക്ക് കട്ടാവുന്നതായിട്ട് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടോ? ശകലം ഒന്ന് ഷാഡോ ഞാനൊന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഗെയിൻ ഉണ്ട്, അത് പിടിച്ച് നോക്കിയേ, കണ്ടോ? അത് ഹൈലൈറ്റ് ഇങ്ങനെ കയറി വരുന്നത് കാണാം, താന്നു പോകുന്നത് കാണാം. അപ്പോൾ ഹൈലൈറ്റും ശക്കലം ഒന്ന് ഞാനൊരു പൊടിക്കൊന്ന് നമുക്ക് ഹൈലൈറ്റ് കട്ട് ചെയ്യാം. ശക്കലം കട്ട് ചെയ്തിട്ട് ഒരു പൊട്ടിക്ക് നോക്കി, ഇവിടെ നോക്കി ഓഫാക്കി നോക്കാം. ഒരു ശകലേ കട്ടാക്കിയുള്ളൂ, കണ്ടോ? സിമ്പിളായിട്ട്. ഇനി നമുക്കിവിടെ താഴെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കളർ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലേ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞാൻ കുറച്ചൊന്ന് കൂട്ടുകയാണ്. അത് ഒരുപാട് കൂട്ടി നോക്കിയേ, ഇത് ഇങ്ങനെ കളർ മാറി വരുന്നുണ്ടോ? ഇതാണ് എൻ്റെ പരിപാടി. നമുക്ക് ഇത്രയും വേണ്ട, നമ്മൾ ശകലം ഒന്ന് ഒരു 5, 6 ആ ഒരു റേഞ്ചിൽ ശകലം ഒന്ന് ഞാൻ ഒരു 8 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശകലം ഒന്ന് അതും അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കുറച്ച് പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ? സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ആദ്യം കർവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പം കളർ വീലിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. കണ്ടല്ലോ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇതിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കർവിലോട്ട് വീണ്ടും തിരിച്ചു വരിക. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു നോഡും കൂടി ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ എസ് അടിക്കുന്നു, ഒരു നോഡ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോഡിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നമ്മൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കർവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ. ഹ്യൂ വേഴ്സസ് ഹ്യൂ അല്ല, ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്കിവിടെ ലേബലിൻ്റെ പേരെന്ത് കൊടുക്കാം? ഹ്യൂ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്ന് നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ,
നമ്മൾ നൈം അവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് മാറ്റണമെങ്കിൽ അത് മാറ്റം വരുത്താം. ഓക്കെ, അതിന് വേണ്ടിയാണിത്. ഇനി നമ്മൾ ഈ കാണുന്ന ഗ്രീൻ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഡാർക്ക് ആക്കാൻ പോവാണ്. ഡാർക്കും അതുപോലെ തന്നെ ഒരു മൂഡി എഫക്റ്റ് ഉള്ളൊരു ഗ്രീൻ, ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ളതും യെല്ലോ ആയിട്ടുള്ള ഗ്രീൻ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഈ ഒരു ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മൗസ് പോയിന്റ് ഈ വീഡിയോയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കളർ പിക്കറിന്റെ ഒരു ടൂളായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രീനിന്റെ ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രീനിന്റെ കളർ ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, പതുക്കെ ഒന്ന് ഡൗൺ ചെയ്ത് നോക്കുക. ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ആ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഗ്രീൻ ഇങ്ങോട്ട് എടുക്കാൻ പോകണം. അതിനായിട്ട് ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതും കൂടി ഇങ്ങനെ മാറ്റുക. അപ്പോൾ കുറച്ചും കൂടി ഗ്രീൻ ഇതിലൂടെ ആഡ് ആവും. കണ്ടോ, നമ്മളവിടെ സെലക്ട് ചെയ്യാത്ത ഗ്രീനും കൂടി കുറച്ചുകൂടി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് യെല്ലോ കിടപ്പുണ്ട്, അതുകൂടി മാറാനായിട്ട് നമ്മൾ ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു യെല്ലോയും കൂടി നമ്മൾ പതുക്കെ ഇങ്ങനെ അങ്ങ് താക്കുകയാണ്. കണ്ടല്ലോ, ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു ഗ്രീനിനെ ഒരു ഡാർക്ക് മൂടി ഗ്രീൻ എഫക്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിവിടെ നമുക്ക് ഓഫ് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു നമ്പറിൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇതങ്ങ് ഓഫ് ആവും. കണ്ടല്ലോ, യെസ്, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഏത് കളറായാലും ചെയ്യാനുള്ളത്, ഈ ഒരു ഡ്രസ്സിന് കളർ ചെയ്യാറുണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നോഡ് എടുത്ത് ചെയ്യാം. വേണമെങ്കിൽ ഇതിൽ തന്നെയാണ് അതും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരൊറ്റ നോഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് വേറെ എടുക്കുകയാണ്. ആൾട്ട് എസ് പ്രസ് ചെയ്യാണ്. ഇവിടെ ഒരു നോഡ് കൂടെ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു നൈം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് സാറ്റ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ കളറാണോ മാറ്റാൻ പോകുന്നത് അതിൻ്റെ പേര് ഇവിടെ കൊടുത്താലും മതി കേട്ടോ. ഞാൻ അവിടെ 2 എന്ന് ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ മാറ്റാൻ പോകുന്ന ഈ ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ കളർ കണ്ടോ, അത് നല്ല അണഞ്ഞങ്ങ് ലൈറ്റായിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഇതേ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് കളർ ഒന്ന് ജസ്റ്റ് പിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് പിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ എന്ത് ചെയ്യാണ്, അതൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കളർ ഒന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. നോക്കിക്കോളൂ, കണ്ടോ, ഹ്യൂവും സാച്ചുറേഷനും ഒന്ന് കൂടി വരികയാണ്. കുറച്ച് ഇപ്പുറത്തോട്ട് പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഇവിടെയും കൂടി അതിനെ ഒന്ന് കൂട്ടിയെടുക്കുകയാണ്. കണ്ടോ, ശ്രദ്ധിച്ചോളൂ, വേറെ ഒന്നും മാറരുത്. വേറെ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അതുകൊണ്ട് പോയിന്റ് ഒന്ന് മാറാതെ നോക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ശകലം അതിനെ കളർ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഓഫ് ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ, ഡ്രസ്സിൻ്റെ കളർ നമ്മൾ ശകലം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടല്ലോ. ഇനി ഡ്രസ്സിൽ നോക്കിയേ, ഇവിടെ ലൈറ്റ് കുറച്ച് കൂടുതലാണ് അല്ലേ ഈ ഒരു കളറിൽ. അപ്പോൾ ആ ഒരു കളറിന് മാത്രമായിട്ട് നമുക്ക് കുറച്ച് ലൂമിനൻസ് ഒന്ന് കുറയ്ക്കാം. അതിനായിട്ട് തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഹ്യൂ വേഴ്സസ് ലൂമിനൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു സ്ക്രീനിൽ മൗസ് പോയിന്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ പിക്കർ ടൂൾ വരും. അതൊന്ന് ഈ ഒരു കളർ ഒന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ ഈ കളർ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ വരും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് പതുക്കെ ഒന്ന് താത്തേ. കണ്ടോ, കൂടുതൽ താത്ത് കഴിഞ്ഞാൽ കളർ ഒരുമാതിരി ബാണായി ഒരു പരുവായി പോകും കളർ. നോക്കിയോ, കണ്ടോ, അങ്ങനെ ആവരുത്. അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടല്ലോ, വേറെ ഒന്നും മാറാതെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു സെലക്ഷൻ എടുക്കുക. ഇങ്ങനെ ഇവിടെ വൈഡായിട്ട് ഒരു സെലക്ഷൻ കൊണ്ടുവരിക. ഒരുപാട് കയറ്റരുത് കേട്ടോ, ഒരുപാട് ഡാർക്ക് ആകാതെ നോക്കുക. അത് ഒരു പോയിന്റ് മാത്രം കൂട്ടാതെ ഈവൺ ആയിട്ട് മൊത്തത്തിലൊരു സെലക്ഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ, ഞാനിവിടെ വൈഡായിട്ടൊരു സെലക്ഷൻ എടുത്തു. ഒറ്റ പോയിന്റ് മാത്രം പിടിച്ച് ഇതാക്കാതെ ഒരു വൈഡായിട്ടൊരു സെലക്ഷൻ എടുത്തു. അപ്പം ഏകദേശം കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, കണ്ടോ, സെറ്റായി. ഇനി നമുക്കിതിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കിൻ ടോൺ വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ഇതിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട്. മെയിൻ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എന്നുള്ള ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഇതിൽ തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ഈ കളർ സ്ലൈസ് എന്ന് പറഞ്ഞത് ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കർവ്സിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്കിൻ എന്ന് പറഞ്ഞ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇവിടെ ഡെൻസിറ്റി ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ സാച്ചുറേഷൻ സിമ്പിളായിട്ട് മാറ്റി ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ സാച്ചുറേഷൻ കുറയ്ക്കുകയാണേ, നോക്കിക്കോ, കണ്ടോ, സ്കിൻ ടോൺ മൊത്തം കട്ടായി പോയാണ്ടോ. അതുപോലെ സ്കിൻ ടോൺ കൂട്ടാനും പറ്റും. കണ്ടല്ലോ, കൂട്ടാനും കുറയ്ക്കാനും ഈ ഒരു സാച്ചുറേഷനിൽ പറ്റും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കർവ്സിൽ വന്നു കഴിഞ്ഞാൽ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കർവിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
കണ്ടല്ലോ, നിങ്ങൾ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും ആദ്യം ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ Alt S പ്രസ് ചെയ്ത് പുതിയൊരു നോഡ് എടുക്കുന്നു. അതിനുശേഷം ഹ്യൂ വേഴ്സസ് സാച്ചുറേഷനിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ സ്കിൻ ടോൺ ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് ഇവിടെ സ്കിൻ ടോൺ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ താത്ത് കഴിഞ്ഞാൽ സ്കിൻ ടോൺ താന്ന് വരുന്നത് കാണാം. കണ്ടല്ലോ, ഇവിടെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ചെറുതായിട്ട് നമ്മൾ മാറ്റിയുള്ളൂ. ഒന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ചെറിയ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ബാക്ക് അടിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് സ്കിൻ ടോൺ ഇങ്ങനെയും ചേഞ്ച് ചെയ്യാം. കണ്ടോ, ഇതും വ്യത്യാസം വരും. ഇങ്ങനെയും ചേഞ്ച് ചെയ്യാം. ഇപ്പൊ 2 രീതിയാണ് നമുക്കുള്ളത്. അപ്പൊ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മളിതിൽ വരുത്തിയത്. അപ്പൊ തന്നെ ഒരുവിധം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഒരു ചുറ്റിനൊരു വിഗ്നെറ്റിൻ്റെ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കുകയാണ്. അതിനായിട്ട് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. Alt S പ്രസ് ചെയ്യുന്നു. പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യണം? ഇവിടെ കളർ വീൽസിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗെയിൻ എന്ന് കാണാമല്ലോ. ഈ ഗെയിനിൽ പിടിച്ച് ഫുൾ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി എത്തി ഡാർക്ക് ആക്കുക. നല്ല ഡാർക്ക് ആക്കിയിട്ട്, അത്യാവശ്യം നല്ല ഡാർക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, മതി, ഇത്രയും മതി. ഇത്രയും ആക്കിയിട്ട് ചെറുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു നോഡ് തന്നെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ വന്ന് വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ആദ്യം കാണുന്ന ചതുരം കണ്ടോ? ഈ ഒരു ചതുരം മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു മാസ്ക് ആണ് കേട്ടോ. ഇവിടെ ഒരു മാസ്ക് വീണിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതിനകത്ത് മാത്രമാണ് നമ്മൾ നേരത്തെ ചെയ്ത കളർ വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ട എന്താ? ഈ പുറത്ത് ഇങ്ങനെ ചുറ്റിനാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ? ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ചായി അല്ലേ? ഇനി നമ്മൾ ഈ 4 പോയിന്റും കണ്ടോ? ഇത് 4ഉം പിടിച്ച് ഇങ്ങനെ ഈ വീഡിയോയുടെ അറ്റത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കി വെച്ചിട്ട് ഈ കാണുന്ന പിങ്ക് ഡോട്ടുകളുണ്ടല്ലോ, അതൊന്ന് പിടിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്ത് വലിച്ച് നീട്ടുക കേട്ടോ. ഇങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വയ്ക്കുക. അതിന്റെ പരിപാടി എന്താ? ഫെദറാ. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതിനൊന്ന് പൊസിഷൻ ചെയ്ത് കറക്റ്റിന് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചേഞ്ചസ് ഇതുവരെ വരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടോ? ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാ നോഡിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പച്ച ലൈനില്ലേ, ഈ ഒരു പച്ച ലൈനിൻ്റെ ഈ ഒരു ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇരുന്ന വീഡിയോ ആണ്. നമ്മൾ അതിനെയാണ് കളർ ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഇത് നിങ്ങൾക്ക് കുറച്ചിങ്ങനെ നീണ്ടുകൊണ്ട് പോയതായിട്ട് തോന്നാം. പക്ഷേ ഇത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ചെറുതാക്കിയൊക്കെ എടുക്കാം. ലോഗ് ഫയലിനെ ഗ്രേഡ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. നമുക്ക് ലോഗ് ഫയലിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു കളർ ഫയലിലായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ വഴിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഈ ഗ്രേഡിങ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ കാണാം ഒരു ഗ്രീൻ ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരോ മാർക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ അങ്ങ് പോകും. അപ്പോൾ തന്നെ ബാക്കി ഗ്രേഡിങ് എല്ലാം ഇവിടെ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നോഡിൽ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാം. Alt S പ്രസ് ചെയ്യുന്നു. ഇവിടെ താഴെ വന്നിട്ടുണ്ട് ആ നോഡ്. ബാക്കി നോഡുകൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇതിനത്രയും ഇങ്ങനെ നീക്കി വെച്ചേക്കാം നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതിൽ നിന്ന് എടുത്ത നോഡാണ്. നോഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ സെറ്റിങ്സിൽ വരിക താഴെ. എന്നിട്ട് അതിൽ കളർ മാനേജ്മെൻറ്റ് എടുക്കുക. മാനേജ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈം ലൈൻ കളർ സ്പേസും അവിടെ ഔട്ട്പുട്ട് കളർ സ്പേസും ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഡാവിഞ്ചി WG ഇൻ്റർമീഡിയറ്റ് ആണ് ആദ്യത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേൽ റെക്കോർഡ് എത്രയാണ്? 709ഉം ഗാമ 2.4ഉമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. നിങ്ങളിലും ഇതുപോലെ ആക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നോഡിൽ വന്നിട്ട് നമ്മളിവിടെ എഫക്റ്റ് എന്നും പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കളർ സ്പേസ് ട്രാൻസ്ഫോം എന്നൊരു സാധനമുണ്ട്. അതിനെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു നോഡിൽ അങ്ങ് വിടുക. എന്നിട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ നമ്മുടെ സെറ്റിങ്സിൽ കൊടുത്തിട്ടുള്ള ഡാവിഞ്ചി വിഡ് ഗമ്മറ്റ് എന്നുള്ള ഈ ഒരു സാധനം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ഗാമ ചോദിക്കുന്നുണ്ട്. അതും താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ രണ്ടാമത് ഓപ്ഷൻ എന്താ കൊടുത്തത് നിങ്ങൾക്ക് അറിയാം. സെറ്റിങ്സിൽ നോക്കിയാൽ അറിയാതെ കണ്ടല്ലോ, WG എന്ന് പറയുന്നതാണ് ഈ ഗമ്മറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടത് ആ സാധനം. ഇനി രണ്ടാമത് എന്താണ് സ്ലാഷ് കൊടുത്തിരുന്നത്? ഇൻ്റർമീഡിയറ്റ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ട് ഗാമയിൽ ഡാവിഞ്ചിയുടെ ഇൻ്റർമീഡിയറ്റ് ആണ് കൊടുക്കേണ്ടത്. കിടപ്പുണ്ട് ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഔട്ട്പുട്ട് കളർ സ്പേസിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാ ഔട്ട്പുട്ടിൽ കൊടുത്തിരിക്കുന്നത്? REC, അതായത് റെക്കോർഡ് .709 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ സ്ക്രോൾ ചെയ്താൽ കിട്ടും. കിടപ്പുണ്ട് REC 709, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് ഗാമ എത്ര കൊടുത്തിരുന്നത്?
എത്ര നമ്പർ കൊടുത്തുന്നേ? ഗാമ 2.4, ഗാമ 2.4. നേരത്തെ കാണിച്ച സെറ്റിങ്സ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും കൊടുക്കുക. കൊടുത്തിട്ട് നിങ്ങളുടെ വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മളിവിടെ നോഡ് കണക്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു എഫക്റ്റ് അങ്ങ് മാറ്റിയിട്ട് ഈ നോഡ് കണ്ടോ, നമ്മളിവിടെ നോഡ് ഔട്ട് കണക്ട് ചെയ്തിട്ടില്ല. അത് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രീനിൽ നിന്നും ഒരു നോഡ് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്റ്റായി. കണ്ടോ? ഇത്രയും ചെയ്തപ്പോൾ ഒരു കളർ ഗ്രേഡ് വന്നു. പക്ഷേ ഞാൻ നേരത്തെ ചെയ്ത കളർ ഗ്രേഡാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ ഈ ഒരു, ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കാണിച്ചു തരാം, നമ്മുടെ ഈ ഒരു ലോഗ് ഫയലിൽ നിന്നും കൺവേർട്ടായി ഒറ്റയടിക്ക് അത് കളർ ഫുട്ടേജ് ആയിട്ട് മാറ്റും. മൊത്തം അതിൻ്റെ കളറെല്ലാം തിരിച്ചു വന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചെയ്ത പോലെ ഓരോ കളറും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് പോവുക. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് മറ്റേ രീതിയിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, സിമ്പിളാണ്. ഇതാണ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന രീതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതി വേണോ ചൂസ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ കളർ ആദ്യം ആക്കിയതിന് ശേഷം, അതായത് ലോഗ് ഫയലിൽ നിന്നും ഈ കാണുന്ന കളർ ഇതിലോട്ട് പ്രൊഫൈലിലോട്ട് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രേഡിങ് ചെയ്ത് അതിനെ എടുക്കാം. പിന്നീട് ഈ ഗ്രീനൊക്കെ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഈ ഒരു സെറ്റപ്പ് ചെയ്യാതെ അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ ചെയ്താണ് ഈ കർവിൽ ഇത് ഇവിടെ എടുത്തിട്ട്, അതെ ആദ്യത്തെ ഈ കർവ് എടുത്തിട്ട് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഈ 2 രീതികളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വർക്കൊക്കെ എഡിറ്റ് ചെയ്യാനോ ഗ്രേഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു എഡിറ്റർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, എനിക്ക് DM ചെയ്താൽ മതി. നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.